ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ എന്ന് എനാബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് എപ്പോൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് വേറൊരു ഫാബ്രിക് പെയിൻറ്റിങ് പാറ്റേൺ പഠിക്കുകയാണ് കേട്ടോ. സ്ട്രോക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് വൈറ്റ് അല്ല, ഫാബ്രിക്കിൽ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ റെഡ് എടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ വൈറ്റ് റെഡ് കൂടി മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ടോൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ടോൺ ആക്കിയിട്ടുണ്ട്. ഒരു കോയിന് വലുപ്പത്തിൽ നമ്മൾ ഒരു സർക്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു സർക്കിൾ. ഓക്കെ, റൗണ്ട് ബ്രഷാണ് നമ്മളതിന് യൂസ് ചെയ്തിട്ടുള്ളത്. இந்த റൗണ്ട് ബ്രഷ് കുറച്ചൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ഒരു കോയിന് വലുപ്പത്തിൽ നിങ്ങൾക്ക് റൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോയിന് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ പകുതിയിലേക്കാണ് നമ്മൾ ഇതുപോലെ ഓക്കെ കുറച്ച് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഈ പകുതിക്കൊന്ന് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ കേട്ടോ. കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ബ്രഷ് കുറച്ച് പഴയതാണ്, നല്ല ബ്രഷ് എടുക്കുക കേട്ടോ. ബ്രഷ് എന്താ പറയുക, ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്രഷ് എടുത്ത് ചെയ്താൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിനി ബ്ലൂ ഫ്ലവറാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ബ്രഷ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വൈറ്റിലേക്ക് കുറച്ച് ബ്ലൂ എടുക്കുക. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഈ ഒരു കോയിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് ലൈറ്റായിട്ടാണ്. ബ്രഷ് മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്താൽ വൃത്തിയാവുകയില്ല കേട്ടോ. അപ്പോൾ ബ്രഷ് നല്ലതെടുക്കുക. നേരത്തെ അതേപോലെ തന്നെ കേട്ടോ. ഒരു സെൻറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മളിവിടെ ഒരു ബ്രൗൺ ടോണാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മളേ ഈ സർക്കിൾ ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് ചെയ്യരുത്. അപ്പോൾ സർക്കിൾ ഇട്ടത് അവിടെ ഇങ്ങനെ കാണിക്കും, വൃത്തികേടായിട്ട് കാണും. അപ്പോൾ സർക്കിള് നന്നായിട്ട് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യാം കേട്ടോ.
കവർ ചെയ്തു അല്ലേ.